ജയലക്ഷ്മി, ട്രംപ് ട്വീറ്റിലൂടെ തന്നെ ഏറെക്കുറെ അതിൻ്റെ ഒരു ചിത്രം നൽകിക്കഴിഞ്ഞു. അതായത് ഇത് അനിവാര്യമായ ഒരു ആക്രമണമാണ് എന്നതാണ് ട്രംപിന്റെ വാക്കുകളിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതായത് ഒരു തരത്തിലും അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് ഒരു നെഗറ്റീവായ രീതിയിലല്ല, ഇത് അനിവാര്യമായിരുന്നു. ഇറാന്റെ ആണവോർജ്ജ പദ്ധതികൾ ഇനി എൻഡ് ചെയ്യാതല്ലാതെ, അതായത് ഈ അവസാനിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല, ഇറാന് മുന്നിൽ മറ്റു മാർഗമില്ല, ആണവോർജ്ജ പദ്ധതികൾ അവസാനിപ്പിച്ചേ പറ്റൂ എന്നതാണ് ട്രംപിന്റെ സന്ദേശത്തിലും പറയുന്നത്. ട്രംപ് ഉപയോഗിക്കുന്ന വാക്ക് ഇത് ചരിത്ര വിജയമാണ്, അമേരിക്കയുടേത്, ഇസ്രായേലിൻ്റേത്, ഒപ്പം ലോകത്തിൻ്റെത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ വാക്കുകളൊക്കെ തന്നെ ആയിരിക്കാം ട്രംപ് അഭിസംബോധന ചെയ്യുമ്പോഴും ഉപയോഗിക്കുക. എനിക്കൊപ്പം ജിജിൻ കൂടെയുണ്ട്. ജിജിൻ, നമുക്ക് മാപ്പിന്റെ കൂടെ സഹായത്തോടെ അമേരിക്ക ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം ആണവ കേന്ദ്രങ്ങളാണ് ഇന്നലെ ലക്ഷ്യമിട്ടത്? അശ്വത്ത്, ഈ മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇറാന്റെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങളാണ്. ആണവ സമ്പുഷ്ടീകരണത്തിനോ അല്ലെങ്കിൽ ആണവ ഊർജ്ജ ഉൽപ്പാദനത്തിനോ ഒക്കെ ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങളാണ് ഈ മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഇവിടുത്തെ നദാൻസ് എന്ന് പറയുന്ന ഈ ആണവ കേന്ദ്രമാണ്. ഇറാനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആണവ കേന്ദ്രം. അതിന് തൊട്ട് പിന്നാലെ വരുന്നതാണ് ഫോർദോയാണ്. ഈ കാണുന്നതാണ് ഫോർദോ ആണവ കേന്ദ്രം. നദാൻസിന് അടുത്തുള്ള മേഖലയാണ്. പക്ഷേ ഇത് നദാൻസിനെ കുറിച്ച് ലോകം അറിഞ്ഞത് 2009 ശേഷമാണ്. അങ്ങനെ ഒരു ആണവ സമ്പുഷ്ടീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ആണവ പദ്ധതിക്ക് വേണ്ടി ഒരു പ്ലാൻ പ്രവർത്തിക്കുന്നു എന്ന് ലോകം അറിയുന്നത് 2009 ശേഷമാണ്. മലനിരകൾക്ക് താഴെ, ഏറ്റവും ദുർഘടമായ മലനിരകൾക്ക് താഴെയാണ് ഈ ആണവ റിയാക്ടറിൻ്റെ, ആണവ കേന്ദ്രത്തിൻ്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇവിടെ അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഇറാന് നേരിട്ട് ആക്രമണം നടത്താൻ കഴിയാത്തൊരു മേഖലയാണ്, ഒരു ഭൂമിശാസ്ത്രമാണ് ഫോർദോയ്ക്കുള്ളത്. ഇവിടെയാണ് അമേരിക്ക പ്രധാനമായും ലക്ഷ്യം വച്ചിരിക്കുന്നത്. ഇന്ന് ട്രംപിൻ്റെതായി ഒരു ട്വീറ്റ് കൂടെ വന്നിട്ടുണ്ട്. ആ ട്വീറ്റിൽ അദ്ദേഹത്തിന്റെ വാക്കിൽ പറയുന്നത് ഫോർദോ ഇസ് ഗോൺ എന്നതാണ്. അതായത് ഫോർദോ പരിപൂർണമായി തന്നെ ഇല്ലാതായിരിക്കുന്നു. അതായത് ഇറാനെ സംബന്ധിച്ച് ഫോർദോയെ ആക്രമിക്കാൻ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ച് ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ച് മാത്രമേ ആക്രമണം നടത്താൻ കഴിയുള്ളൂ. അതിന് അമേരിക്കയുടെ സഹായം വേണമായിരുന്നു. ഇന്നലെ വൈറ്റ്മാൻ വ്യോമത്താവളത്തിൽ നിന്ന് B-2 വിമാനങ്ങൾ പസഫിക് മേഖലയിലേക്ക് മാറി. അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്നലെ ആ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ ലോകം ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നല്ലേ B-2 ഏത് സമയത്തും ഉണ്ടാവും. 2 ആഴ്ചത്തെ സമയമാണ് അമേരിക്ക പറഞ്ഞത്. 2 ആഴ്ചയ്ക്ക് ശേഷം എന്ത് നടപടി സ്വീകരിക്കുന്നു. പക്ഷേ 2 ആഴ്ചയുടെ സമയമൊന്നും വേണ്ടി വന്നില്ല. കൃത്യം എനിക്ക് തോന്നുന്നു 5ാമത്തെ ദിവസം അമേരിക്ക പ്രഖ്യാപനം നടത്തി. 5ാമത്തെ ദിവസം തന്നെ ആക്രമണം നടന്നിരിക്കുന്നു. 3 ആണവ കേന്ദ്രങ്ങളാണ്, ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ. ഈ ഇസ്ഫഹാൻ എന്ന് പറയുന്ന ഈ 3 ആണവ കേന്ദ്രങ്ങൾ തൊട്ടടുത്തുള്ള എന്ന് വേണമെങ്കിൽ മാപ്പിൽ തോന്നും, പക്ഷേ അത്ര അടുത്തുള്ള സ്ഥലങ്ങളല്ല. ഇറാൻ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ്. ആ വിവിധ മേഖലകളിലേക്കാണ് ഒരേ സമയം തന്നെ ആക്രമണം നടന്നോ എന്നതിനെ സംബന്ധിച്ചോ, എങ്ങനെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നതിനെ സംബന്ധിച്ചോ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. തീർച്ചയായിട്ടും, അതായത് എത്രയും പെട്ടെന്ന് തന്നെ ദൗത്യം പൂർത്തിയാക്കി B-2 വിമാനങ്ങൾ ഇറാന്റെ വ്യോമ പരിധി വിട്ടു എന്ന വിവരം മാത്രമാണ് ഔദ്യോഗികമായി നമുക്കിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ജയലക്ഷ്മി.